നമസ്കാരം. സദാ പരമശിവൻ സർവർക്കും മംഗളം ചൊരിയുന്നതാണ്. സർവർക്കും നാഥനാണ് സാക്ഷാൽ മഹാദേവൻ. ദേവതകളുടെ നാഥൻ മഹാദേവനായ ശിവൻ തന്നെയാണ്. ശ്രീരാമനും ശ്രീ ഗണേശനും ശ്രീകൃഷ്ണനും പൂജിക്കുന്നത് അവിടുത്തെ തന്നെയാണ്. സർവഭൂതാത്മാക്കളുടെയും പിതാവാണ് സാക്ഷാൽ വിശ്വനാഥൻ. ഭഗവാൻ ഗർഭത്തിലേക്ക് പ്രവേശിച്ച് ജന്മം കൈക്കൊള്ളുന്നില്ല. അതിനാൽ തമോ രജോ സദോ ഗുണാവസ്ഥയുമില്ല. പരമമായ പ്രകാശം തന്നെയാണ് അവിടുന്ന്. സാധാരണക്കാരായ നമുക്കെപ്പോഴും തുണയായി നിന്ന് പവിത്രീകരിക്കപ്പെടാൻ സഹായിക്കുന്നതുമാണ്. ഉണർന്നിരുന്ന് ഭഗവാൻ നീട്ടിയതായ ആ സഹായ ഹസ്തത്തെ നമ്മൾ സ്വീകരിക്കണം. കാരണം ശിവൻ എപ്പോഴും പവിത്രമായ മംഗളകാരിയാണ്. നിത്യവും പഞ്ചാക്ഷരി ജപം മാത്രം മതി ഭഗവാന്റെ അനുഗ്രഹം ഓരോ ഭക്തർക്കും തിരിച്ചറിയുവാൻ. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരിൽ അറിയാതെ തന്നെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്, നടക്കുന്നതാണ്. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സഹായം: അർഹരായ വ്യക്തികളെ അവർ ചോദിക്കാതെ തന്നെ നാം കണ്ടറിഞ്ഞ് സഹായിക്കുന്നതാകുന്നു. അവർ പിന്നീട് ഇതേക്കുറിച്ച് നമ്മളോട് പറയുകയും ചെയ്യും. അവരുടെ അത്യാവശ്യ സമയത്ത് നമ്മെ ഭഗവാൻ അവർക്ക് മുൻപിൽ എത്തിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. അവരുടെ സന്തോഷം അത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ അനുഗ്രഹം തന്നെയാകുന്നു. തീർച്ചയായും ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് പരമശിവന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാലും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതിനാലുമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരെയും ഒരേപോലെ കാണുവാൻ സാധിക്കുന്നു. പലർക്കും അത് അത്തരത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കാണുവാൻ സാധിക്കാത്തതായ വ്യക്തികൾ ഉണ്ടാകും. എന്നാൽ മറ്റുള്ളവരുടെ ദുഃഖം അത് വിവേചനം ഇല്ലാതെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തിന്മയെ വിവേചനം ഇല്ലാതെ തിന്മയായി കാണുന്നതുമാണ്. പക്ഷി മൃഗാദികളെ പോലും നിങ്ങൾ ഒരേപോലെ സ്നേഹിക്കുന്നവരായി മാറും. പക്ഷി മൃഗാദികളോട് പോലും വല്ലാത്ത ഒരു അടുപ്പം, ഇഷ്ടം, വാത്സല്യം പോലും നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഇപ്രകാരം സംഭവിക്കുന്നതും മഹാദേവന്റെ അനുഗ്രഹം അവരിൽ ഉള്ളതിനാലാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ചിലർ ചിരിച്ചുകൊണ്ട് നമ്മെ ചതിക്കുന്നതാണ്. പലരും ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് വീഴാറുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ മറ്റു ചിലർ പുറമെ കാണിക്കാതെ പല വേദനകളും സഹിച്ചുകൊണ്ട് നമ്മെ സഹായിക്കുന്നതാണ്. അവർക്ക് ആവശ്യമുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ അത് മറന്നുകൊണ്ട് മറ്റൊരു വ്യക്തിയെ അവർ സഹായിക്കുന്നതാകുന്നു. എന്നാൽ ശിവാനുഗ്രഹത്താൽ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ നൽകുന്നതായ അനുഗ്രഹമാണ്. സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് പോലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ലഭിക്കുകയും കൂടാതെ മറ്റൊരു വ്യക്തി എപ്രകാരമാണോ ആ വ്യക്തിയെക്കുറിച്ച് കൃത്യമായ ചിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് രണ്ടും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. മുൻകൂട്ടി നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുക. നടക്കാൻ പോകുന്ന കാര്യം മുൻകൂട്ടി നിങ്ങൾ അറിയുന്നതാണ്. സ്വപ്നത്താൽ അല്ലെങ്കിൽ ഒരു തോന്നലായിരുന്നാൽ പോലും ഇവ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. ഇത് ഒരു വട്ടമല്ല, പല പ്രാവശ്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. ചിലപ്പോൾ അറിയാതെ പറയുന്ന വാക്ക് സത്യമായി ഭവിക്കും. മറ്റുള്ളവർ ഇത് നിങ്ങളോട് പറയുകയും ചെയ്യും. മറ്റുള്ളവർക്ക് പോലും അത്ഭുതമായി തീരും. കാരണം നിങ്ങൾ പരാമർശിച്ചിരിക്കുന്നതായ കാര്യം അത് ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അത് ഏവർക്കും അത്ഭുതം സൃഷ്ടിക്കും. മറ്റുള്ളവർ ഇത് നിങ്ങളോട് പറയുകയും അവർ മനസ്സിൽ ഈ കാര്യം സൂക്ഷിക്കുകയും ചെയ്യും. ജീവിതത്തിൽ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അത് എന്താവശ്യമാകുന്നുവോ
അത് നമ്മുടെ കൈകളിൽ എത്തിച്ചേരുന്നതാണ്. ഓരോ ഘട്ടത്തിലും ഭഗവാൻ എന്ത് ജീവിതത്തിൽ നിങ്ങൾക്ക് അനിവാര്യമാകുന്നുവോ അത് നിങ്ങൾക്ക് നൽകും. കൃത്യമായ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് അത് വന്നു ചേരും. എന്നാൽ നിങ്ങൾക്ക് അതല്പം വൈകി എന്ന് തോന്നുന്നതാണ്. എന്നാൽ കൃത്യമായ സമയത്തായിരിക്കും ഭഗവാൻ അത് നിങ്ങൾക്ക് നൽകുക എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആഡംബരം അധികം ഇഷ്ടമില്ലാത്ത വ്യക്തികളാണ് ശിവഭക്തർ. എത്ര തന്നെ പണം ഉണ്ടായിരുന്നാലും അത് പുറമെ കാണിക്കാതെ സാധാരണക്കാരായി ജീവിക്കുന്നവരാണ് പൊതുവെ ശിവഭക്തരായ വ്യക്തികൾ. അല്ലെങ്കിൽ ശിവാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്ന വ്യക്തികൾ, ശിവാനുഗ്രഹം എപ്പോഴും കൂടെയുള്ള വ്യക്തികൾ ഇപ്രകാരം മുന്നോട്ട് പോകുന്നവരാണ്. മറ്റുള്ളവർക്ക് ജീവിതം രക്ഷപ്പെടാൻ പലപ്പോഴും അറിയാതെ തന്നെ പല മാർഗങ്ങളും ഇവർ നിർദ്ദേശിച്ച് നൽകുന്നതാണ്. അത് ആത്മാർത്ഥതയോടെ തന്നെ നിർദ്ദേശിച്ച് നൽകുന്നതാണ്. ഇവരുടെ ഉപദേശത്താൽ പലർക്കും ജീവിതത്തിൽ ഉയർച്ച വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ ആ ഉയർച്ചയിൽ ഒരിക്കലും അസൂയപ്പെടുകയോ അല്ലെങ്കിൽ വിഷമിക്കുകയോ ചെയ്യുന്നതല്ല. പകരം അത് ഇവർക്ക് ഇരട്ടി സന്തോഷം നൽകുന്ന കാര്യമായി മാറും. അതിനാൽ പലരും നിങ്ങളോട് ഇത്തരത്തിൽ വളരെയധികം നന്ദിയുള്ളവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം അവരുടെ ജീവിതം രക്ഷപ്പെടുവാൻ നിങ്ങൾ സഹായകരമായി മാറി എന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെയാണ്. അറിയാതെ നിങ്ങൾ ചെയ്തു പോകുന്നു എന്നതാണ് വാസ്തവം. പലപ്പോഴും ഒരു വ്യക്തിക്ക് ദുഃഖം വരുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന പലരും കൂടെ ഉണ്ടാകണം എന്നില്ല. പലരും ഒറ്റപ്പെട്ട് പോകുന്നതാണ്. ഇത് പലരുടെയും അനുഭവം തന്നെയാകുന്നു. എന്നാൽ പണമുള്ളപ്പോൾ, സ്വാധീനമുള്ളപ്പോൾ ഒപ്പം പലരും ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഒന്നുമില്ലാത്തതായ സമയത്ത്, നഷ്ടപ്പെടുന്നതായ സമയത്ത് ഒപ്പമുള്ളവരാണ് എങ്കിൽ അവർ യഥാർത്ഥ സുഹൃത്തുക്കൾ തന്നെയായിരിക്കും. ശിവഭക്തരായ വ്യക്തികൾ, പ്രത്യേകിച്ചും ശിവാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്ന വ്യക്തികൾ, ശിവാനുഗ്രഹം എപ്പോഴുമുള്ള വ്യക്തികളാണ് എങ്കിൽ അവർ ഇത്തരം വ്യക്തികൾക്കൊപ്പം ഉണ്ടാവുക തന്നെ ചെയ്യും. മറ്റുള്ളവരുടെ ദുഃഖം ഇവർക്ക് സഹിക്കുവാൻ സാധിക്കുന്നതായ ഒരു കാര്യമല്ല. അതിനാൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ഇവർ ചെയ്യുന്നവരാകുന്നു. എന്ത് സഹായവും ഇവർ ചെയ്തു നൽകും എന്നതാണ് വാസ്തവം. തിരിച്ച് പ്രതീക്ഷിക്കാതെ സഹായിക്കുന്നവർ തന്നെയാണ് ഇവർ. എന്നാൽ ഇവർക്ക് തിരികെ സഹായം ലഭിക്കണം എന്നില്ല. അത് ചില അവസരങ്ങളിൽ അത്തരത്തിൽ പല വ്യക്തികളും ചതിക്കുന്നതാണ്. എന്നിരുന്നാലും അവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആ വ്യക്തികളോട് അത്രമേൽ ദേഷ്യമോ വൈരാഗ്യമോ ഇവർക്ക് തോന്നണം എന്നുമില്ല. എന്നാൽ ശിവഭക്തരായ വ്യക്തികളാണ് എങ്കിൽ, ശിവാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും മറ്റുള്ളവരെ ലാഭേച്ഛ പ്രതീക്ഷിക്കാതെ സഹായിക്കുക തന്നെ ചെയ്യും. ബ്രാഹ്മമുഹൂർത്തത്തിൽ തനിയെ ഉണരുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമായി തന്നെ പരാമർശിക്കാം. കാരണം ഏവർക്കും അത് സാധിക്കുന്നതായ കാര്യമല്ല. ചിലർക്ക് ജീവിത സാഹചര്യത്താൽ അത് സാധിക്കണം എന്നില്ല. എന്നാൽ മറ്റു ചില വ്യക്തികളാണ് എങ്കിൽ, അഥവാ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴുമുള്ള വ്യക്തികളാണ് എങ്കിൽ, എത്ര ജീവിത സാഹചര്യത്താൽ പോലും, പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ പോലും ബ്രാഹ്മമുഹൂർത്തത്തിൽ തനിയെ ഉണരുന്നവരായിരിക്കും അവർ. തനിയെ ഉണരുന്നു എന്നതാണ് വാസ്തവം. ആരും വിളിക്കാതെ തന്നെ ഉണരും. അല്ലെങ്കിൽ ഭഗവാൻ തന്നെ ഇവരെ വിളിക്കുന്നതായി ഇവർക്ക് അനുഭവപ്പെടുന്നതാകുന്നു. ഇത്തരത്തിൽ സംഭവിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹം ഇവരിൽ ഉള്ളതിനാലാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാതെ സംഭവിക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം ഭഗവാന്റെ അനുഗ്രഹം സദാ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് തന്നെയാണ്. അതിനാൽ നിത്യവും ഭഗവാനെ ആരാധിച്ച് ശിവമന്ത്രങ്ങൾ ജപിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഏത് അപകടത്തിലും ഭഗവാൻ നിങ്ങളുടെ രക്ഷയ്ക്ക് എത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും.